ഇക്ക എന്തായി സ്വർണ്ണം എടുക്കണേന്റെ കാര്യോ? ഇമ്മന്ന് രാവിലെയും കൂടി ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ എന്തേലും പറഞ്ഞോന്നുള്ളത്. എന്താ ഞാൻ പറയാ, കാശൊന്നും റെഡി ആയിട്ടില്ല. 50 പവനല്ലേ ഈ മാസം 30,000 ശമ്പളം കിട്ടണം. ഞാൻ എങ്ങനെയാണ് 50 പവൻ ഉണ്ടാക്കുക? പക്ഷെ അക്ക ഇതൊന്നും പറഞ്ഞ ആരും ഇവിടെ വിശ്വസിക്കൂല. ഇമ്മ പറയണ എന്താന്നറിയാം, ആകപ്പാടെ ഒരു പെങ്ങളുള്ളൂ, അതിനൊരു 50 പവൻ കൊടുത്തുങ്ങാണ്ട് കെട്ടിക്കാൻ നിങ്ങളെ കയ്യിൽ പൈസ ഇല്ല എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. നിങ്ങൾ ഇത്രയും കാലം നയിച്ച പൈസ എന്തേ കാട്ടിന്നാണ് ഉമ്മ ചോദിക്കുന്നത്. 10-15 കൊല്ലായി ഞാൻ ഈ ഗൾഫിൽ വന്നിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ശമ്പളം കിട്ടിയ പിറ്റേ ദിവസം നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. അതിനു പുറമെ കടം മേടിച്ചിട്ടു 1 രൂപ പോലും എനിക്ക് ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഒക്കെ കുടുംബത്തിന് വേണ്ടി. എന്നോട് തന്നെ ഉമ്മ ഇത്രയും കാലം നയിച്ച പൈസ എന്താ കാട്ടിന്ന് ചോദിക്കണം. ഞാൻ വൈകിട്ട് വിളിക്കാം. സ്വർണ്ണം എടുക്കാനുള്ള പൈസ ആരോടെങ്കിലും കടം ചോദിച്ചിട്ടേ നോക്കട്ടെ. ഞാൻ ഇന്ന വെക്കാണ്. അസ്സലാമു അലൈക്കും. പെണ്ണോട് തോന്നി പിടിച്ചേക്ക് വെക്കാൻ പറഞ്ഞിട്ട് അത് കേട്ടിട്ടില്ല. അല്ല, സലീം ഇന്ന് രാവിലെ വിളിച്ചിരുന്ന ഓൻ എന്താ പറഞ്ഞത്? പണ്ടെടുക്കണ പൈസന്റെ കൂടെ എന്തേലും പറഞ്ഞ? ദിവസം അടുത്തില്ലേ അല്ലെ? ഓനക്ക് ഇനിയിപ്പോ ഓന്റെ പെങ്ങളെ പറ്റി ചിന്തല്ലേ? മറ്റുള്ളവരോടൊപ്പം എനിക്ക് ചോദിക്കാൻ പറ്റും. ഓരൊക്കെ നാട്ടിലുള്ള ആൾക്കാരല്ലേ, ഓരോടത്ത് വല്ലതും ഉണ്ടാ? ഇവൻ ഗൾഫിലല്ലേ. ഇമ്മ ഇക്കാക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് അയക്കാന്ന് അറിഞ്ഞ് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നാ പറഞ്ഞു. എന്ത് പൈസ കിട്ടിയാ അയക്കാന്നോ? അപ്പൊ കിട്ടിയില്ലെങ്കിലും അയക്കൂലെന്നാണ് അതിന്റെ അർത്ഥം? ഓനെ അങ്ങനെ തന്നെ പറയുള്ളൂ. എന്താപ്പൊ ഒരു പെങ്ങളെ കെട്ടിക്കാനേ ഓന്റെ അടുത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞാല്? അല്ലെ ഓൻ പറഞ്ഞതാവൂല, ഇത് പറയിപ്പിച്ചതാവും. നല്ലതും എന്റെ ഒരു മിടുക്കാണല്ലോ, ഇത് പറയിപ്പിച്ചത് തന്നെ ആവും. അതഞ്ഞി എന്റെ കുട്ടിനെ കെട്ടിക്കാനേ ഞാൻ ഇനി പാട്ടപ്പിരിവിന് ഇറങ്ങേണ്ടി വരുമോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ അതാണ്. അല്ല, ദിവസം ഇവിടെ അടുത്തല്ലോ. അല്ല, ഇത്രയും കൊല്ലം നയിച്ച പൈസ എന്താ പിന്നെ കാട്ടിയത്? ഓൻ ഇന്നും ഇന്നലെയും പോയതല്ലല്ലോ ഗൾഫിക്ക് നയിക്കാന്. ആ നയിച്ച പൈസ എവിടെ? അതിന്റെ കണക്കും കച്ചൊന്നും ഇല്ലല്ലോ. അതൊക്കെ എന്താ കാട്ടിയത്? അതിങ്ങ ഓനെ അയച്ചിട്ട് ഇജ്ജന്റെ മകളും കൂടി എടുത്ത് പൂത്തിക്കുകയാണോ? ഇക്കിപ്പോ അതാ തോന്നുന്നത് അന്റെ ഈ വർത്താനം കേട്ടിട്ട്. ഞാൻ എന്തിനമ്മ അങ്ങനെ പറയുന്നത്? ഇക്കാക്ക വൈകിട്ട് വിളിക്കാന്നാ പറഞ്ഞിരിക്കണത്. കല്യാണത്തിന് ഇനിയുണ്ടല്ലോ 2 മാസം. ചിലപ്പോ ഇന്ന് അയക്കേക്കാരോ. 2 മാസം എന്ന് പറഞ്ഞതേ ഇതാന്നറിയുമ്പോത്തിനാവും. കയ്യുന്റെ വിരലിന് എണ്ണാവുന്ന ദിവസം ഉണ്ടാവുള്ളൂ ഈ 2 മാസം എന്ന് പറയുമ്പോത്തിന്. ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് തരുവോണ്ടി. ഞാൻ പറഞ്ഞോണ്ട് ഓനോട് കാര്യങ്ങള്. എന്റെ പറച്ചിൽ ഞാൻ നിർത്തിക്കാളാക്കി. വല്ലാത്തൊരു മലക്കോ ഇടങ്കറാക്കലാണ് ഈ ചെയ്യുന്നത്. ഓനെ കണ്ടിട്ടല്ലേ ഞാൻ ഈ 50 പവൻ കൊടുക്കാന്നുള്ളത് ആ പെണ്ണിനെ ഏറ്റത്. അതാ പെണ്ണ് ഇങ്ങനെ പോരെ പറഞ്ഞു നിന്നാ മതിയാണ് ഓനക്ക്. എനിക്ക് തോന്നുന്നത് ഓന്റെ ചിന്ത അതാണ് എന്നുള്ളത്. ഇപ്പൊ ഓനക്ക് പൈസ ഇല്ലാല. ഓന് കടം ചോദിക്കട്ടെ, കിട്ടട്ടെ എന്നുള്ളത്. 2 മാസം ഇതാന്ന് അറിയുമ്പോത്തിനാവും. 1-2 പവനാണോ കൊടുക്കാന്ന് പറഞ്ഞ ഏറ്റത്? 50 പവനല്ലേ. അത് ഈ ഓനെ കണ്ടിട്ട് ഏറ്റതാണ് ഞാൻ. ഓന്റെ കയ്യിൽ പൈസ ഇല്ല പോലും. കടാണ്, എന്ത് പറഞ്ഞാലും പറയും കടം കടം കട. എന്തിന് കടം? ആർക്ക് കടം? ഇത് ഓളം കുറെ തിരിപ്പോ, അല്ലെങ്കിൽ ഓന്റെ സ്വഭാവത്തിൽ ഇപ്പൊ കുറച്ച് ദേഷ്യവും മാറ്റം നല്ലോണം വന്നിക്കണ്. അനങ്ങിയാ പറയും കടം കടം എന്നുള്ളത്. ഓന് വെറുതെ അവിടെ നയിക്കാൻ പോയിക്കാ തോന്നുന്നു. എല്ലായിടത്തും ഉണ്ട് ഗൾഫുകാര് നയിക്കാൻ പോയിട്ട് അവരെ കാര്യങ്ങളൊക്കെ നേടുന്നുണ്ട്. ഇവിടെ മാത്രം എങ്ങനെയാണ്? എന്ത് പറഞ്ഞാലും കടം 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 കടം. എന്താ ഓനക്ക് അവിടെ ശമ്പളം ഇല്ലായിരിക്കോ? 10-15 കൊല്ലായി ഓൻ പോയിട്ട്. എന്നിട്ട് ഓന്റെ കടം തീർന്നിട്ട് ഓൻ്റെ അത് തീരുമില്ല. ഇമ്മ, നിങ്ങൾ ഇപ്പാനോട് പറഞ്ഞിരുന്ന ലാപ്ടോപ്പിന്റെ കൂട്ടം പഠിക്കാൻ ഇഞ്ഞേ ലാപ്ടോപ്പ് വേണം. കുഞ്ഞോളെ ഇജിപ്പോ ഇപ്പാന്റെ കയ്യിൽ ഇപ്പൊ ലാപ്പ് ഒന്നും വാങ്ങാനുള്ള പൈസ ഇല്ല. പൈസ ഉണ്ടാകുമ്പോ പണ്ട് വാങ്ങിത്തരും. വാങ്ങി തരാതിരിക്കൂലല്ലോ. ഈ പറഞ്ഞതൊക്കെ വാങ്ങി തരലില്ലേ? ഇപ്പൊ ഇപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ടാവട്ടെ.
ഇതെന്ത് കഷ്ടാണിത്. ഇപ്പൊ അത് ഞാൻ പറഞ്ഞത് മാത്രം വാങ്ങിത്തരാൻ ഉപ്പാന്റെ കയ്യിൽ പൈസ ചെയ്യാത്തുള്ളൂ. എന്നാ മറ്റുള്ളവർ പറഞ്ഞൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ഈ പെരയിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞത് മാത്രം വാങ്ങി തരാൻ പറ്റൂല. എനിക്ക് ലാപ്ടോപ്പ് കിട്ടിയേ പറ്റുള്ളൂ. മറ്റവർക്ക് നില എന്താണ് കഥാക്ക് നില ഇത് വാങ്ങിക്കൊടുത്തില്ലേ, ഫോണ് കഴിഞ്ഞ മാസം വാങ്ങിക്കൊടുത്ത്. അപ്പൊ ഞാൻ പറയുമ്പോ ലാപ്ടോപ്പ് എനിക്ക് ഈ ആഴ്ചയിൽ ലാപ്ടോപ്പ് കിട്ടിയേ പറ്റുള്ളൂ. അമ്മ ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യം, എനിക്ക് പഠിക്കണമെങ്കിൽ ലാപ്ടോപ്പ് വേണം. അല്ലാന്ന് നിങ്ങൾ പഠിച്ചിരുന്ന കാലൊന്നല്ല ഇപ്പൊ. എനിക്ക് ലാപ്ടോപ്പ് കിട്ടിയേ പറ്റുള്ളൂ. കുഞ്ഞാളിപ്പോ മുണ്ടാതെ പോവാ നല്ലത്. ഇമ്മഞ്ഞിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് പ്രാന്ത് പിടിച്ചു പണ്ടാറിറങ്ങിയ സ്വഭാവം ഉപ്പാന്റെ. അതേടി പണ്ടാറൊക്കെ കെട്ടില്ല സ്വഭാവം തന്നെയാണ്. എടി എനിക്ക് ഇന്ന വരെ എന്തിനെങ്കിലും ഒരു കുറവ് എത്തിക്കണടി ആ തന്ത പറയടി, എത്തിക്കണ. അതിന് എനക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒന്നും ആർക്കും അറിയണ്ട. അത് എങ്ങനെ അവിടുന്ന് നയിച്ച് കൊണ്ടാക്കി തരണെന്നുള്ള ചിന്ത എനക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇജ്ജ് പോയി പറയില്ല ഈ വർത്താനം. പണ്ടാറ കെട്ടാണാല. എനിക്കൊരു ലാപ്പ് വായിച്ച് പറയുമ്പോ എന്റെ മുന്നിക്ക് ഇങ്ങോട്ട് എത്തിച്ചേരണൊക്കെ. എന്തിനാടി എനിക്ക് ഇവിടെ ഒരു കുറവ് എത്തിക്കണത്? ഇച്ച് പറഞ്ഞ എല്ലാ സംഭവങ്ങളാ ചങ്ങായി വാങ്ങി തന്നിട്ട് ഈയടി. ഓൾക്കുന്നിട്ട് ഇപ്പൊ ലാപ്പ് വേണം. അതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയില്ല. എന്നോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത്? എന്നോട് ഞാൻ ഇന്നലെ എന്തേ പറഞ്ഞത്? ഇപ്പൊ വാങ്ങാൻ പറ്റൂല, അപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ ഉണ്ടാവട്ടെ, ഉണ്ടായിട്ട് എനിക്ക് വാങ്ങി തരുന്ന് ഞാൻ എന്നോട് ഇന്നലെ രാത്രി കെടുക്കുമ്പോ പറഞ്ഞ. അപ്പൊ എനിക്ക് ഇപ്പൊ കുത്തി കണ്ടില്ല, ഇപ്പൊ തന്നെ വെള്ളം കാണാൻ പറഞ്ഞ രീതിക്ക് എനിക്ക് ഇന്നലെ കിട്ടണം അല്ലേ? ഇമ്മക്ക് പഠിക്കാൻ മരത്തുമെന്ന് പൊട്ടിക്കാണോ വാപ്പയുടെ പൈസ? 12-13 മണിക്കൂറാണ് ആ മനുഷ്യനവിടെ പണിയെടുക്കണത്. 1-2 മണിക്കൂറല്ലേ, 12-13 മണിക്കൂർ. എന്നിട്ട് കിട്ടുന്ന ശമ്പളം 30,000 ഉറുപ്പ്യ. ഇന്നവരായിട്ട് ചങ്ങായി എന്നോട് കണക്ക് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, വാങ്ങി തരാതെ ഇരുന്നിട്ടില്ല. എനിക്കൊരു ആങ്ങളുണ്ടല്ല, അവനക്ക് ഫോൺ വേണം എന്നിട്ട് കഴിഞ്ഞ മാസമാണ് അവനക്ക് ഫോൺ വാങ്ങി കൊടുത്തത്. അത് അവിടുത്തെ കട ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല. എന്നിട്ട് ആ തന്ത വിളിക്കുമ്പോ എന്റെ ആങ്ങൾക്ക് ഫോൺ എടുക്കാൻ വയ്യ. എല്ലാവരും ഞാൻ കേൾക്കണം, ആ മനുഷ്യൻ കേൾക്കണം, എല്ലാതും കേൾക്കണം. എത്ര കൊല്ലായി അന്യ നാട്ടിൽ പോയി കിടന്ന് നയിക്കണമെന്ന് വല്ല ബോധമുണ്ട് എനിക്ക്? 10-15 കൊല്ലായി. ഈ 10-15 കൊല്ലത്തിന്റെ അടുത്ത് എന്റെ അപ്പാക്ക് എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാ? ഇല്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾ ചോദിക്കുമ്പോ അതിന് ഓരോന്ന്, മറ്റുള്ളവർ ചോദിക്കുമ്പോ അതിന് ഓരോന്ന്. ലാസ്റ്റ് കൊടുത്തതും ഇല്ല, കയ്യില്ല, കണക്കും ഇല്ല. കാണുന്നവരും കേൾക്കുന്നവർക്ക് പ്രവാസ ജീവിതം, ഗൾഫിലാന്നുള്ള ചിന്ത. ഈ ഗൾഫ് എന്താന്നുള്ളത് ആർക്കും അറിയില്ല. ഒഴുകുന്നിട്ട് പണ്ടാറകെട്ട് ഇറങ്ങാണല്ല. നിങ്ങൾക്കൊക്കെ ചോദിക്കണതും പറയണതും വാങ്ങി തന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞു, അമ്മായിന്റെ കല്യാണാണ്, അമ്മായിക്ക് പണ്ടം കൊടുക്കണം, എല്ലാതും ഉറപ്പിച്ചിക്കണ്. ഇപ്പൊ ഓരോ പൈസ നൊറുക്കൂട്ടി ഉണ്ടാക്കുകയാണ്. എനിക്ക് വാങ്ങിത്തരും എന്നോട് ഞാൻ നല്ല രാത്രി പറഞ്ഞു. എല്ലാതും ഇന്റെ മേത്തക്ക് അല്ലേ, ഒക്കെ ഇന്റെ മേത്തക്ക്. ഓള് എന്താ പറച്ചില്ല, എല്ലാവർക്കും എല്ലാതും വാങ്ങി കൊടുക്കുന്നുണ്ട്. അതെ, എല്ലാവർക്കും എല്ലാതും വാങ്ങി കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും എല്ലാരെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്റെ ഉപ്പാന്റെ ഏട്ടന്റെ പെണ്ണുങ്ങൾ രാവിലെ വിളിച്ചിരുന്നു, കുറെ കൊല്ലായാലും പൈസ വാങ്ങിയിട്ട് അങ്ങോട്ട് തരണം എന്നുള്ളത്. എന്റെ ഉപ്പാന്റെ ഏട്ടൻ എന്റെ ഇപ്പൊ ചെയ്തോട്ട് ഉപകാരങ്ങളൊക്കെ മറന്ന്. എന്റെ ഇപ്പാന്റെ ഏട്ടൻ ഇവിടെ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് എന്റെ ഉപ്പാന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ്, അല്ലാതെ വെറുതെ ഒന്നല്ല. അപ്പൊ കൊടുക്കണോനൊന്നും കൈക്കോട്ടിന്റെ മാതിരി കൊടുത്തുങ്ങാണ്ട് നിക്കണം. ഒരു 5,000 റുപ്യ കൊടുക്കാണ്ടതിനാണ് ഒരു പറഞ്ഞത് ഇത് വേണമെന്നുള്ളത്. അത് രാവിലെ ഫോൺ കോള് കഴിഞ്ഞ് അത് ചെറിഞ്ഞ എന്നോട് ഞാൻ പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് എന്റെ ഉമ്മമ്മ പറഞ്ഞ് കിട്ടുന്ന പൈസ ഞാൻ പൂത്തിവെച്ചിക്കാവുന്നു. എനിക്ക് എന്തിനു പൂത്തിയേക്കണേ? അങ്ങനെ പൂത്തിയേക്കാന്നുണ്ടെങ്കിൽ കുറെ കാലത്ത് പൂത്തിയേക്ക ഉണ്ടാവുകയെന്ന്. ആ ചങ്ങായിന്റെ ഒന്നും നിങ്ങൾക്ക് അറിയണില്ല. എന്തെങ്കിലും അറിയണത്? നിങ്ങൾക്ക് നല്ല ഗെറ്റപ്പിൽ പറയാം, എന്റെ വാപ്പ ഗൾഫിലാണ്, എന്റെ വാപ്പ അങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇത് എങ്ങനെയാണ് അവിടെ കിടന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള വല്ല ബോധം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. എല്ലാത്തിനും അല്ല, ഇത് എന്നോടുള്ള ദേഷ്യാണ് ആ പെങ്കൊച്ചിനോട് തീർക്കണേക്ക്. ഇമ്മ, ഞാൻ ഒരാളോടുള്ള ദേഷ്യമല്ല ഞാൻ ഓളോട് പറഞ്ഞത്. ഈ കണക്ക് പോവാൻ എനിക്ക് എന്റെ കുട്ടിനോട് ഇവിടെ ഒന്നും പറയാൻ പറ്റൂലേ? ഞാൻ അവൾ എന്നോട് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ അവളോട് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് ഉമ്മ? ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും തോന്നിയിട്ടില്ല. എല്ലാവർക്കും എല്ലാവരുടെ കാര്യം മാത്രമേ ഉള്ളൂ, സ്വന്തം കാര്യം മാത്രം. ഇപ്പൊ ഉമ്മ എന്നോട് നേരത്തെ വന്ന് പറഞ്ഞല്ലോ,
കിട്ടിയിട്ടില്ലെങ്കിൽ ഓൻ അയക്കൂലെ, ഞാൻ പറഞ്ഞു പോയി പണ്ടെടുക്കാനെന്നുള്ളതിന് 50 പാവം കൊടുക്കാന്നുള്ളതിന് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നിങ്ങളെ മോനോട് ചോദിച്ചിക്കണം. ദേഷ്യം കൊണ്ട് പറഞ്ഞു പോവുക അമ്മ, സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ മൂപ്പരാൾ പറയും 10-30,000 റുപ്യ ശമ്പളം കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന്. അതെന്നോട് ചോദിച്ചത്. അതിനടുത്ത് ഇവള് ലാപ്ടോപ്പ് എന്ന് വന്ന് പറഞ്ഞത് ഇമ്മുട്ടിന്റെ കല്യാണത്തിന് പണ്ടെടുക്കണം. എല്ലാരും അങ്ങോട്ട് കയ്യൊഞ്ഞി. ഈ പെരന്റെ ലോൺ തടക്കാണ്ട് വേറെ, അല്ലെങ്കിൽ ഈ പെരന്റെ ലോൺ എടുത്തിട്ടെങ്കിൽ ഓളെ കല്യാണം നടത്താന്ന് നമുക്ക് ചിന്തിക്കായിന്ന്. ഈ പെര നേരാക്കാൻ വേണ്ടി കണ്ട് ലോൺ എടുത്ത് ആ ലോൺ മാസം അടക്കണം. അതിന്റെ പുറമെ മൂപ്പരാൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് അടവ് എടുത്തിട്ടാണ് പൈസ അയക്കണത്. പൈസ തരണേനല്ലമ്മ. ഇതെല്ലതും മൂപ്പരാളെ തലമക്കാവുമ്പോ മൂപ്പരാൾ മാത്രമുള്ളൂ ഇവിടെ എന്ന് ചിന്തിച്ചു പോകും ഞമ്മള്. അതിന്റെ അടുത്ത് ഇമ്മ ഓരോ കുത്തുവാക്കുകൾ പറയുമ്പോ സങ്കടം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോണതാണ്. ഇവള് പറഞ്ഞ വർത്താനം നിങ്ങൾ കേട്ടില്ലേ? അന്നോട് എനിക്ക് കുഞ്ഞോളെ പറയാനുള്ളത്, അന്നെ ഇത്ര പെറ്റ് പോയിട്ട് വളർത്താൻ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ അന്നെ നിലക്ക് നിർത്താൻ എനിക്കറിയും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇത്രയും വലിപ്പം വെപ്പിക്കാൻ എനിക്കറിയാം. ഇതിന്റെ ഇടക്ക് വേണ്ടാത്ത വർത്താനം എന്തെങ്കിലും എന്റെ തൊള്ളേന്ന് വീണാല് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങോട്ട് ചിന്തിക്കണം. ഇല്ലാഞ്ഞിട്ട് ഇമ്മിപ്പിയും പറയണത് എന്നുള്ളത്. എല്ലാതും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ മാതിരി വാശി പിടിച്ചിട്ട് എനിക്ക് അത് കിട്ടണം എന്ന് പറഞ്ഞാല് ഇത് ചെറിയ പൈതലൊന്നല്ല, 10-18 വയസ്സായിക്കണം. ബുദ്ധി വെച്ചിക്കണം എനിക്ക്. അപ്പൊ ആ രീതിയിൽ ജീവിക്കാൻ പാടുള്ളൂ. അതിനനുസരിച്ചിട്ട് വേണം ജീവിതം. ദാരിദ്ര്യം അറിഞ്ഞു വളരണോ, ഇത് എങ്ങനെ ഉണ്ടാക്കണം, എവിടെ കിട്ടണെന്ന് അറിഞ്ഞു വളരണോ. അല്ലാതെ ഇവിടെ വില വർത്താനം ഇനി ഇതുപോലെ തൊള്ളേന്ന് വീണ പോലത്തെ വർത്താനം ഞാൻ തൊള്ളേന്ന് വീണാല് വളർത്താൻ അറിയുന്നുണ്ടെങ്കിൽ ഒതുക്കാൻ എനിക്കറിയാം. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇനി മേലാൽക്ക് ഇതുപോലെ എന്നോട് വർത്താനം പറയിപ്പിക്കാൻ നിൽക്കരുത്.